ഇതേപോലെ ഒരു കിട്ടിലെ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കണത്. കൊടൈക്കനാലിലെ പൈൻ മരത്തിൻ്റെ ഒരു 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 ടച്ചൊക്കെ കിട്ടും. പക്ഷേ ഇത് പൈൻ മരവും അല്ല, കൊടൈക്കനാലും അല്ല, സ്ഥലം തിരുവനന്തപുരമാണ്. ഭയങ്കര ഒരു 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 പ്രത്യേക ഒരു വൈബുള്ളൊരു സ്ഥലം കേസ്. അധികം ആൾക്കാർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാണയം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. സംഭവം എന്ന് പറയുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ജില്ലയിൽ, നമ്മൾ താമസിക്കുന്ന ജില്ലയിൽ ഇതേപോലെ കുറേ സ്ഥലമൊക്കെ കാണും. അപ്പോൾ അതൊന്നും കാണാതെ നമ്മൾ കുറേ ദൂരോട്ടൊക്കെ പോയി വേറെ രാജ്യത്തും വേറെ ബോർഡറൊക്കെ കഴിഞ്ഞ് പോയി കുറേ സ്ഥലമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു ഇതാണെന്ന്. പക്ഷെ നമ്മളൊരു വാമപ്പ് പോലെ നമ്മൾ അടുത്തുള്ള സ്ഥലം, അതായത് നമ്മൾ ഈ ജില്ലയിലുള്ള സ്ഥലത്തിനൊക്കെ പോകണം, അതൊക്കെ ആസ്വദിക്കണം. അതൊക്കെ ആസ്വദിക്കുക, ദൂരോട്ട് പോയിട്ട് എന്തിനു കിട്ടെ. എന്തായാലും സ്ഥലം കൊള്ളാം കേട്ടോ. ഒരു പാലം തപ്പി ഇറങ്ങിയാണ്, വരണ വഴിക്കാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു സ്ഥലം കണ്ടത്. അപ്പം എന്തായാലും കൊള്ളാം. ഈ ചുറ്റിനും കാണുന്ന മൊത്തം അക്കേഷ്യ മരമാണ് ഈ സ്ഥലം. സംഭവം എന്ന് പറയുമ്പോൾ അക്കേഷ്യ പ്ലാന്റേഷനാണ് ഇവിടെ ചുറ്റിനും. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ അക്കേഷ്യ മരമൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോണതും ഒരു പ്രത്യേക ഒരു വൈബാണ്. അതുപോലെ തന്നെ കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം മനസ്സിലാൻ വേണ്ടി പറ്റും. എന്തായാലും സ്ഥലം പക്ക വൈബായിട്ടുണ്ട് കേട്ടോ. തല ഇറങ്ങും. നമുക്കെന്തായാലും നമ്മൾ തിരക്കി വന്ന പാലത്തിലോട്ട് നമുക്ക് വിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ തിരക്കി നടന്ന ചെല്ലഞ്ചി പാലത്തിൻ്റെ ടോപ്പിലാണ് ഞാൻ വന്ന് നിൽക്കണം ഗൈസ്. ബാക്കിലോട്ട് പാലമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിയുമ്പോഴും ബാക്കിലോട്ട് പാലമുണ്ട്. അതുപോലെ തന്നെ ഈ പാലം താഴോട്ട്, പാലത്തിൻ്റെ താഴോട്ടുള്ള വ്യൂ ആണ്. എൻ്റെ മോനെ ഇച്ചിരി ഡേഞ്ചറാണ്. ഈ സാധനം കാണുന്ന പോലെയൊന്നും അല്ല. അവിടെ നല്ല കിട്ടിലും വ്യൂ ഉണ്ടായിരുന്നു. ആ വഴിയാണ് കയറി വന്നത്. അവിടെ കിട്ടുക്കാച്ച് വ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലത്തിൻ്റെ അപ്പർ സൈഡും കൂടെ കാണിച്ചു തരാം. ഓക്കെ, കണ്ട ഇതേ കണക്കിന് ഈ പാലത്തിൻ്റെ ആ സൈഡിലും അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും നല്ല കിടിലം വ്യൂ ആണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോണത്. ഇവിടുത്തെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒരു പൊടിക്ക് മാറിയിരുന്നെങ്കിൽ അവിടെ ഇട്ട് വളഞ്ഞിട്ട് അടിയും കൂടെ കിട്ടിയാണ്. അപ്പം ഞാൻ ആൾക്കാർ കുളിസീനില്ലാത്ത പാലത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് പാലം നേരെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു വഴി ചോദിച്ച് ഇപ്പം ഏതോ ഒരു ഇടവഴി കൂടെയൊക്കെ ഇറങ്ങി കുറച്ചിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇവിടെ പാലം തൂക്കണ്ട, അവിടെയാണ് പാലം. അപ്പോൾ നമ്മൾ നേരത്തെ നിന്നത് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ചാടി ഇങ്ങനൊരു വഴി കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്നാലും ഓക്കെ സെറ്റ്. നമ്മൾ പാലത്തിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു മാമൻ പറഞ്ഞ് ഇതിൻ്റെ അടിയിലോട്ട് ഇറങ്ങിയെന്ന് ചെയ്യൽ മണ്ണൊക്കെ ഒലിച്ച് ഇരിക്കുകയാണെന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഗൈസ്. നമ്മളങ്ങനെ നടന്ന് വെള്ളം പോണ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. ഈ കാണുന്ന പോലെ അല്ല. ഇവിടെ നീന്താൻ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വരെ വീണ് മരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഗൈസ് പാലം അത്യാവശ്യം കുളിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. അവിടെ കുറേ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ടൊക്കെ നോക്കിയത്. ഇത് കണക്കിന് വഴി കിടക്കുന്നുണ്ട്. ഓക്കെ, പയ്യെ വലിഞ്ഞു കയറാം. ഇത് ഏതൊരു റബ്ബർ കാടാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ട് പാലത്തിൻ്റെ മണ്ടയിൽ കയറി പാലത്തിൻ്റെ താഴത്ത് വ്യൂവും കണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് പോകാനാണ് വിചാരിച്ചത്. അപ്പോഴാണെങ്കിൽ ഒരു മാമൻ പറഞ്ഞ് ഇതിൻ്റെ താഴെ ഇനിയും അങ്ങോട്ട് കുറച്ചും കൂടെ പോകുമ്പോൾ കിട്ടിലും വ്യൂ ആണുള്ള സ്ഥലമുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ തള്ളി മറിച്ചപ്പോൾ എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിനി നടന്ന് ഇവിടെയുള്ള സ്ഥലം മൊത്തം എങ്ങനെ അൺലോക്ക് ചെയ്ത് കണ്ട് പോകണം ഗൈസ്. ഇവിടെ ചെറിയൊരു വഴി പോലെ കാണുന്നുണ്ട്. അയ്യോ, ചാടി പയ്യെ ഇറങ്ങി പോവാം. ഒമ്പോ വിഷയം. ഇവിടെ ആൾക്കാർ നടക്കാത്ത വഴിയാണ്. ഇല്ല, കുഴപ്പമില്ല. ഇവിടെയുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ഈ കാട്ടിൻ്റെ ഇടയിൽ ഒന്നും കാണില്ല. ഞാൻ കണ്ട കാട്ടിൻ്റെ ഇടയിലൊക്കെ കയറിപ്പോയി. വീണ്ടും എൻ്റെ ഞാൻ കണ്ട കാട്ടിൻ്റെ ഇടയിലൊക്കെ പോയി ഇല്ലാത്ത വഴിയൊക്കെ കണ്ടുപിടിച്ച് മുമ്പ്. ഇവിടെ വഴി ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഞാൻ നടന്ന് ഇപ്പം വേറെ ഏതോ അക്കരെ ഇക്കരെയൊക്കെ എത്തി. എന്താ കണ്ട, ഫുൾ ലോക്കായി. ഞാൻ ലോക്കായി. ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല. ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നടക്കണം. ഞാൻ ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ചെന്തോ ഞാൻ കുറച്ച് നടന്നു ഇതിനി കാട്ടിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഇനി അതേപോലെ നേരെ നൂത്ത് വെച്ച് നടക്കണം. നൂത്ത് വെച്ച് നടന്നിട്ട് നമുക്ക് തിരിച്ചു കയറി അവിടെ ചെന്നിട്ട് ആലോചിക്കാം. വഴി എത്തിയല്ലോ. ഞാൻ വന്നത് ഇത് തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഡേഞ്ചറായിട്ടൊരു പാലമാണ്. സൂക്ഷിച്ച് കണ്ടൊക്കെയാണ് വരികയാണെങ്കിൽ കുഴപ്പമില്ല. കുറേ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഇരുമ്പ് പാലവും കൂടെ ഉണ്ട്. നമുക്ക് അതും കൂടെ സ്പോട്ട് ചെയ്ത് ചോദിക്കാം. അതും കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള
ഇരുമ്പ് പാലത്തിലും കൂടെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് സെറ്റ് ആട്ടാ, ഇച്ചിരി എയ്സ്റ്റായിട്ടുണ്ട്. ഓമ്പു വിലക്കുള്ള നൈസായിട്ടുണ്ട്. ഇന്നെന്തായാലും ഇത്രയൊക്കെ തന്നെ. നമ്മുടെ വ്ളോഗ് വൈൻഡപ്പാക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും നമ്മളിന്ന് കുറേ സ്ഥലത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഫുൾ എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ ഇരുട്ടായി, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പട്ടിക്കാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ചെല്ലഞ്ചി സ്ഥലം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. മീൻസ് കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്ഥലമൊക്കെ. ലാസ്റ്റ് നമ്മൾ ഇരുമ്പ് പാലം വരെ. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗിൽ പുതിയ സ്ഥലമായിട്ടാണ്. അതുവരേക്കും ബൈ.